അത് വേറെ പറയുന്നുണ്ട്, അതിരിക്കട്ടെ. ഇനി കേട്ടോളെ, ഇനി മൂപ്പരെന്നെ പറയും. ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഇയാൾക്ക് എന്തോ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അയാൾ എന്നെ പറയുന്നത് സംഗതി ശരിയാണ്, എന്റെ വർത്താനത്തിന് വലിയ ക്രോഡീകരണം ഒന്നും ഉണ്ടാവില്ല, അതായിരിക്കും കേൾക്കാൻ പോകുന്നത്. അയാളെ പ്രസംഗത്തിൽ അങ്ങനെ ക്രോഡീകരണം ഒന്നും ഉണ്ടാവില്ല. സാധാരണയാണല്ലോ, ശരിയില്ലാത്തവരങ്ങനെ തന്നെയല്ലേ. പറയട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഓരോന്നോരോ എന്റെ വിഷയത്തിൽ ചിലപ്പോൾ കൃത്യമായ ഒരു ക്രോഡീകരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൂപ്പരെ വിഷയത്തിൽ ഒരു കൃത്യമായ ക്രോഡീകരണം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ സാധാരണ അങ്ങനത്തെ ആൾക്കാർ. അപ്പോ കൃത്യമായ ക്രോഡീകരണം ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നത് എന്നെ തന്നെ വിളിക്കുന്നു. ഒരാൾക്ക് അസുഖം ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാകുന്ന ലക്ഷണം കൊണ്ടല്ലേ. അപ്പൊ അയാൾ എന്നെ തന്നെ പിന്നെ വിളിക്കുന്നത് ഹബീബേ കാക്കാ. അത് കേട്ടോളി. സുഹൃത്തെ, നിങ്ങൾ പതുക്കെ പറയുന്നില്ലേ? നീ സുഹൃത്തെ വിളിച്ചോട്ടെ, ചിലപ്പോ നന്നായെങ്കിലോ. ഹബീബേ, സുഹൃത്തെ, കാക്കേ ഒക്കെ വിളിക്കാലോ. നന്നാവൂ നോക്കട്ടെ. ഞാൻ നന്നാവൂ നോക്കാൻ ഇയാൾ. അതിനയാൾ എന്നൊന്ന് സുഹൃത്തേ, ഹബീബേ, കാക്കേ എന്നൊക്കെ വിളിക്കുകയാണ്. നല്ലൊരു നീയത്താട്ടോ, നല്ല നീയത്തായി മനുഷ്യന്റെ. ഇനി നിങ്ങൾ ഒന്ന് കേൾക്കണോ? ഇയാള് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് ഞാനിവിടെ പെരിങ്ങാടി മുഖാമുഖത്തും ഒരു മൗലവി ആര് ഒരു മൗലവിയുണ്ട്. പഴയ കാലത്ത് കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ എഴുതി നിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്തൊരു മൗലവി. പിൽക്കാലത്ത് അയാൾ കള്ളത്തരീക്കത്ത് പോയി. കള്ളത്തരീക്കത്ത് പോയിട്ട് കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് തരീക്കത്തിന്റെ ശേഷിന്റെ അടുക്കൽ അയാൾ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയും വരുമൊക്കെ ചെയ്തു. അങ്ങനെ കള്ളത്തരീക്കത്തിൽ പോയി പിഴച്ചു പോയ ഒരു മൗലവി. ആ മൗലവി പിന്നീട് ആ തരീക്കത്തിൽ കള്ളത്തരീക്കത്തിൽ കടന്നാൽ ഈ ജിന്നിന്റെ ചില സേവകളും പരിപാടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സാധാരണ നിലയ്ക്ക് സാധാരണ മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ പലതും പറയുകയും പലതും എഴുതുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും ബേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യം രോഗമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഖുലൂബിഹിം മറദുൻ ഫസാദഹുല്ലാഹു മറദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് KVM പന്താവൂർ. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം. KVM പന്താവൂർ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM പന്താവൂർ എഴുതിയ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ്, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീടാണ് അയാൾ കള്ളത്തരീക്കത്തിൽ പോയത്. ഈ കള്ളത്തരീക്കത്തിൽ പോയത് നമ്മളെ തന്നെ ആലിമീങ്ങൾക്ക് പലർക്കും അറിയില്ല. അതായത് അവരാ വിവരറിയില്ല. ഒരാൾ ഒരു KVM പന്താവൂരിന്റെ വീട്ടിൽ പോയിട്ട് അയാളെ കൊണ്ടാ പോകുന്നു നോക്കലല്ലോ നമ്മുടെ ആലിമീകൾക്കും നമ്മളെ പ്രവർത്തകന്മാർക്കൊന്നും പണി. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? എനിക്ക് ഇത് തന്നെയാ വേണ്ടി. അതായത് എനിക്ക് ഈ മൗലവിമാരെ നോക്കലെന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ KVM പന്താവൂർ എന്ന് പറയുന്ന ആള് അങ്ങനെ പിഴച്ചുപോയ ഈ KVM പന്താവൂര് പല തോന്നിവാസങ്ങളും പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. ഈ തോന്നിവാസങ്ങൾ എഴുതിയത് മനസ്സിലാക്കാതെ നമ്മളെ ചില പ്രവർത്തകന്മാരും നമ്മളെ ചില ആളുകളും തന്നെ ഇയാൾ നേരത്തെ അറിയപ്പെടുന്ന മൊയ്യാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു അവതാരികത്തിന് കൊടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ EK വിഭാഗം സമസ്തയുടെ ആളുകളും AP വിഭാഗം സമസ്തന്റെ ആളുകളും എല്ലാവരും എഴുതി കൊടുത്തിരിക്കുന്നത് അയാൾ ഫതുൽ മീൻ പരിഭാഷ പരിഭാഷ എഴുതിയപ്പോ എല്ലാവരും എഴുതി കൊടുത്തിരുന്ന അയാൾക്ക് അവതാരിക്കാം.